الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال إني ذاهب إلى ربي سيهدين رب هب لي من الصالحين فبشرناه بغلام حليم ولما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين ففديناه بذبح عظيم وتركنا عليه في الآخرين سلام على إبراهيم كذلك نجزي المحسنين إنه من عبادنا المؤمنين. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം ഇബാദത്തുകൾക്ക് വളരെ പ്രാധാന്യമേറിയതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകൾ ബുഖാരിയിലും മറ്റും. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഷഹാദയ്ക്ക് തൊട്ട് താഴെ ഒരാൾ ജിഹാദിൽ ഏർപ്പെട്ട് ഷഹാദ വരിച്ചാൽ ഉണ്ടാകുന്ന പ്രതിഫലത്തിന് സമമാവില്ല. ഷഹാദ വരിക്കാതെ ചെയ്യുന്ന, ശരീരം കൊണ്ടും ധനം കൊണ്ടുമൊക്കെ ചെയ്യുന്ന ജിഹാദിന് തുല്യമായ പ്രതിഫലം ഈ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകൾ. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങൾ, മനുഷ്യചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുള്ള ദിവസങ്ങളാണ്. ആ സന്ദർഭത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവിടെ ഹജ്ജിനായി എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ആളുകൾ ലോകത്തിൻ്റെ ഭാഗത്തു നിന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തലാണ് സത്യവിശ്വാസത്തിന് പ്രയോജനകരമായ സംഗതി എന്നുള്ളതുകൊണ്ട് റസൂൽ ഇത് ഒരു സുന്നത്തായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തഖ്വയുണ്ട് എല്ലാ മാസവും എല്ലാ ആഴ്ചയും വസിയത്ത് ചെയ്യുന്നത് പോലെ തന്നെ ഈ വക കാര്യങ്ങൾ വരുമ്പോൾ പഴയകാല സംഭവങ്ങൾ, പ്രവാചകന്മാരുടെ ജീവിതത്തിലെ മാതൃകകൾ, ഇതൊക്കെ മനുഷ്യന്
പറഞ്ഞു കൊടുക്കുകയും കേൾക്കുകയും പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ട് അവരുടെ ആ ജീവിത ബന്ധാവ് പിന്തുടരുക. അതിനുവേണ്ടിയാണ് ഇതെല്ലാം യഥാർത്ഥം ചെയ്യുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ കുടുംബം, വീട് ഒക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട്, ഭാര്യ, മക്കളൊക്കെ. അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്കറിയുകയും ചെയ്യാം. ചിലർക്ക് വീട്ടിൽ നിന്ന് അല്പം സമയം പോലും വിട്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഭാര്യ മക്കളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഭർത്താവിനെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഭാര്യമാരുണ്ടാവും. പക്ഷെ അതൊക്കെ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലികമാണ്. വളരെ ഗൗരവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച ചില സംഗതികൾ ചെയ്യുമ്പോൾ ഇത്തരം ഗാർഹിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലൊക്കെ വേർപാടുകളുണ്ടാകും. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിച്ച ഒരു പ്രവാചക വര്യനായിരുന്നു. സമകാലിക ജൂത, ക്രൈസ്തവ, മുസ്ലിം സമൂഹങ്ങളുടെ എല്ലാം പ്രവാചകന്മാരായ പ്രവാചകന്മാരുടെയൊക്കെ പ്രപിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ഉമ്മത്തായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയ്ക്ക് തന്നെ ഒരു സമുദായമായിരുന്നു എന്നാണ്. അന്ന് അദ്ദേഹത്തിന്റെ കാലത്ത് യൂഫ്രട്ടീസ് ആ ടൈഗ്രീസ് താഴ്വരയിൽ, അതായത് ഊർ പട്ടണത്തിൽ, പഴയ പുരാതന പലസ്തീൻ, അവിടെ നിന്ന് ഈ മക്ക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിദൂരമായ സ്ഥലം, വിജനമായ മക്ക, മൊട്ടക്കുന്നുകൾ, കുറ്റിച്ചെടികളില്ലാതെ മറ്റൊന്നും അവിടെയില്ല. ഇങ്ങനെ കാറ്റടിച്ചാൽ ഇങ്ങനെ പാറി വരുന്ന മണ്ണ്, ചൂടുള്ള സൂര്യൻ ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ മൊട്ടക്കുന്നിൽ ചൂടേറ്റ് പരിസരമാകെ ചൂടാകുന്ന ഒരു സാഹചര്യം, ആൾപ്പാർപ്പില്ലാത്ത ആ സ്ഥലത്തേക്ക്. ഈ സ്ഥലത്ത് ഭാര്യയും കുട്ടിയെയും കൊണ്ട് താമസിപ്പിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അദ്ദേഹം ആ സന്ദർഭത്തിൽ ജീവിച്ചിരുന്നത് ഈജിപ്തിലാണ് എന്ന് ചില റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഊർ പട്ടണത്തിൽ നിന്ന് അദ്ദേഹം പലായനം ചെയ്ത് ഈജിപ്തിന്റെ ഭാഗത്തായിരുന്നു താമസിച്ചതെന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അവിടെ നിന്ന് അദ്ദേഹം എത്രയോ മൈലുകൾ താണ്ടിയാണ് ഈ സ്ഥലത്തെത്തുന്നത്. അവിടെ ഭാര്യയും കുട്ടിയെ കൊണ്ടുപോകുന്നു. എന്തിനാണ് കൊണ്ടുപോകുന്നതെന്നോ എന്താ ചെയ്യാൻ പോകുന്നതെന്നോ ഭാര്യയ്ക്ക് അറിയില്ല. കുട്ടിക്ക് ഏതായാലും കൈക്കുഞ്ഞാണ്, ഒന്നും തിരികെയില്ല. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു മലഞ്ചെരുവിൽ അവിടെ ഒരു സ്ഥലത്ത് വെക്കുന്നു. എന്നിട്ട് കുറച്ച് വെള്ളവും കുറച്ച് കാരക്കയും മാത്രം. എന്നിട്ട് ഇബ്രാഹിം തിരിഞ്ഞ് നടന്നു എന്നാണ് ചരിത്രം കാണാൻ സാധിക്കുന്നത്. വേറെ ചില ചരിത്രത്തിൽ പാർക്കാൻ വേണ്ടി ചില സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നും. പക്ഷേ ഇബ്രാഹിം തിരിഞ്ഞു പോവുകയാണ്. പോകുമ്പോൾ ഈ രംഗം കണ്ട് പരിഭ്രാന്തയായ ഹാജറ ചോദിക്കണം, അല്ല നിങ്ങളെന്തായി ചെയ്യുന്നത്? എന്തു പണിയാ നിങ്ങൾ കാട്ടുന്നത്? ഇങ്ങോട്ടാ പോവുക, നിങ്ങൾ പോവുകയാണോ? ഒന്ന് ആലോചിച്ച് നോക്കുക. വിജനമായ ആ സ്ഥലം, ആരും ഒരു സഹായമില്ലാത്ത, പ്രത്യേകിച്ച് തണൽ മരങ്ങൾ പോലും ഇല്ലാത്ത ആ പ്രദേശം, അവിടെ ഭാര്യയും കുട്ടിയും ആക്കിയിട്ട് നടന്നു പോകാൻ മനുഷ്യൻ 3 പ്രാവശ്യം ചോദ്യം ആവർത്തിച്ചു, നിങ്ങൾ പോവുകയാണോ എന്ന് ആവർത്തിച്ചപ്പോൾ ഒന്നും വേണ്ടിയില്ല. ചോദ്യം കേട്ടെന്ന് പോലും ധരിക്കാതെ ഇബ്രാഹിം നബി മുന്നോട്ട് നടന്നു പോവുകയാണ്. അവസാനം ഒരു ചോദ്യം ചോദിച്ചു, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്? അതെ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുക. മലയുടെ അപ്പുറത്ത് മലഞ്ചെരുവിൽ ഭാര്യയും കുട്ടിയും ഒന്നും കാണാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഹൃദയഭേദകമായ ഒരു പ്രാർത്ഥന ആകാശത്ത് കരങ്ങൾ ഉയർത്തുമ്പോൾ നടത്തുന്നത് ഖുർആൻ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദി ഗൈറ ദീ സറഇ ഇൻദ ബൈതികൽ മുഹറം. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ നാഥ, എൻ്റെ കുടുംബത്തിലെ ചിലരെ ഞാൻ ഇവിടെ നിന്റെ പവിത്ര ഭവനത്തിന്റെ അടുത്ത് പാർപ്പിച്ചിരിക്കുന്നു. അവിടെ കൃഷി ഭൂമിയാണ് എന്നെടുത്ത് പറയുന്നു. അത് എന്തിനാണെന്ന് കൂടെ ഉടനെ തന്നെ റബ്ബന ലിയുഖീമുസ് സ്വലാത്ത്, അവർ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. ഫജഅൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹി, അതുകൊണ്ട് ജനമനസ്സുകളിൽ നിന്ന് കുറച്ചാളുകളുടെ മനസ്സ് ഇവരിലേക്ക് ചായ്വുള്ളതാക്കണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുക. വർസുഖുഹും മിനസ് സമറാത്ത്, ഒരത്ഭുതമാണ്, അവിടെ ഒരു തരം പഴവുമില്ല. പക്ഷെ ഇബ്രാഹിം നബി ആവശ്യപ്പെടുന്നത് പഴങ്ങൾ, കായ്കനികളിൽ നിന്ന് അവർക്ക് നീ ഭക്ഷണം നൽകണമേ, ലഅല്ലഹും യശ്കുറൂൻ, അങ്ങനെ അവര് നിന്നോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ വേണ്ടി. റബ്ബന ഇന്നക തഅലമു മാ തുഖ്ഫി വമാ തുഅലിനു വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർളി വലാ ഫിസ് സമാ. പടച്ചവനെ, ഞങ്ങൾ വെളിപ്പെടുത്തുന്നതും അതുപോലെ ഒളിച്ചു വെക്കുന്നതുമൊക്കെ നീ അറിയുന്നവനാണ്. ആകാശഭൂമികളിൽ നിനക്ക് അവ്യക്തമായി യാതൊന്നും തന്നെ ഇല്ലല്ലോ തമ്പുരാനെ. അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബ്ര ഇസ്മാഈല വ ഇസ്ഹാഖ ഇന്ന റബ്ബീ ലസമീഉ ദുആ. വയസ്സുകാലത്ത് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും എനിക്ക് സംഭാവന ചെയ്ത മഹാനായ നാഥ, നിനക്ക് സർവസ്തുത്രവും, നീ ദുആ കേൾക്കുന്നവനാണ്. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്ത്,
ഞാൻ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനാക്കണമേ തമ്പുരാനെ എന്നെ. റബ്ബി ജഅൽനി മുഖീമ സ്വലാത്ത് വമിൻ ദുരിയത്തി, എന്നെ മാത്രമല്ല എന്റെ സന്താനങ്ങളിൽ. റബ്ബന വതഖബ്ബൽ ദുആ, പടച്ചവനും തമ്പുരാനെ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. റബ്ബന ഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും ആ പരലോകത്തിന്റെ അന്ത്യനാളിൽ നീ പുറത്തു തരണേ എന്ന് ഹൃദയം പിടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. വീണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിലെ പ്രാർത്ഥനയുടെ വിശദാംശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ സ്ഥലത്ത് വെച്ച് ഒരുപാട് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അവരെ ആദ്യം അവിടെ കൊണ്ടാക്കുമ്പോൾ മാത്രമല്ല, രണ്ടാമത് മകനെ അറച്ചു കൊടുക്കാൻ ബലി എന്ന ഒരു സംഭവം ഉണ്ടാകും, അപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഅബ കെട്ടിയുണ്ടാക്കിയ ശേഷം പുനരുദ്ധരിച്ചതിന് ശേഷം ഇവിടെ പ്രാർത്ഥന നടത്തുന്നു. അപ്പോൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ ഒരുപാട് ആഴത്തിലുള്ള പ്രാർത്ഥനകൾക്ക് സാക്ഷ്യം വഹിച്ച മഹത്തായ ഒരു പുണ്യസ്ഥാനമാണ് യഥാർത്ഥത്തിലത്. അതുമായി നമ്മുടെ മനസ്സ് വളരെ ദൃഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അകലങ്ങളിൽ ജീവിക്കുന്ന നമുക്കും ആ സ്മരണകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇബ്രാഹിമിന്റെ കൂടെ, ഇസ്മായിലിന്റെ കൂടെ, ഹാജറയുടെ കൂടെ അവിടെ എത്തിച്ചേരുന്നുണ്ട്. ആ ഒരു വികാരമാണ് യഥാർത്ഥത്തിൽ ആ ഒരു സംഭവം വന്ന് നമ്മളത് തുലനം ചെയ്ത് നോക്കാൻ പറയാം. ഭാര്യയും മകനുമായിട്ട് സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുമ്പോൾ വളരെ വളരെ മൈലുകൾക്ക്, ആയിരക്കണക്കിന് മൈലുകൾക്കകലെ വിജനമായ ഒരു പ്രദേശത്ത് ഭാര്യയെ കൊണ്ടാക്കാൻ പറയാം, മക്കളെ കൊണ്ടാക്കാൻ, മകനെ കൊണ്ടാക്കാൻ പറയാം, കുട്ടിയാണെങ്കിൽ കൈക്കുഞ്ഞുമാണ്. എന്നിട്ട് യാതൊന്നും പറയാതെ തിരിച്ചു വരിക. ഇബ്രാഹിമിന്റെ ജീവിതത്തിൽ ഈ ബലിയല്ല, ഒരുപാട് ബലികൾ അങ്ങനെ ഉണ്ടായതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞിരിക്കും. ആ ഇബ്രാഹിമിന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും ഒന്ന് ആലോചിക്കുക, അത്ര അനായാസം അത് ചെയ്യാൻ പറ്റും. അവിടെ ഇബ്രാഹിം നമ്മൾ ഓരോരുത്തരുമാണ്, അവിടെ നിൽക്കുന്ന ഇബ്രാഹിം നമ്മൾ ഓരോരുത്തരുമാണ്. ഹാജറ നമ്മുടെ സഹോദരിമാരാണ്. ആലോചിച്ചു, അങ്ങനെ കൊണ്ടാക്കി തിരിഞ്ഞു പോകുന്ന ഭർത്താവിനെ ഒന്നും പറയാതെ അള്ളാഹുവിന്റെ കൽപ്പനയാണോ എന്ന് മാത്രം ചോദിച്ച് സഹിക്കാൻ എത്ര ആളുകൾക്കാണ്, സഹോദരിമാർക്കാണ് സാധിക്കുക, എത്ര പുരുഷന്മാർക്കാണ് സാധിക്കുക. ഇതൊരു ത്യാഗമാണ്, ഇതൊരു ബലിയാണ്. ആദർശത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കാൻ പറഞ്ഞ ഉത്തമമായ ഒരു ബലി. ജീവിതത്തിൽ ആദർശത്തിന്റെ വില എന്താണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാണിക്കുകയാണ്. ഇതൊരു പുത്തിരിയായിരുന്നില്ല അദ്ദേഹത്തിന്. ഊർ പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്, പലസ്തീനിലെ പുരാതന പലസ്തീൻ. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു വിഗ്രഹ നിർമ്മാതാവും വിഗ്രഹ കച്ചവടക്കാരനും വിഗ്രഹ പൂജകനുമായിരുന്നു. നാട്ടിലെ രാജാവ് നമ്രൂദിന്റെ ഒരു കാര്യസ്ഥനുമായിരുന്നു. ചെറുപ്പകാലത്ത് ഇബ്രാഹിം നബിക്ക് ഈ വിഗ്രഹമായിട്ടുള്ള ഏർപ്പാടുകൾ വളരെ വെറുക്കപ്പെട്ടതായിരുന്നു. പ്രായമായപ്പോൾ അദ്ദേഹത്തിന് അല്ലാഹു തആല ദിവ്യജ്ഞാനം നൽകി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വിഗ്രഹാരാധന അർത്ഥശൂന്യമായ ഒരു ജൽപ്പനമാണ്, ഒരു ഉപകാരവും ഉപദ്രവം ചെയ്യാത്ത കാര്യമാണ്. അവസാനം അദ്ദേഹം സ്വന്തം പിതാവിനോട് ചോദിക്കുന്ന കാര്യം ഖുർആനിലെ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. വദക്കറഫിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് ഇബ്രാഹിമിന്റെ കാര്യം നീ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, സത്യസന്ധനായ ഒരു പ്രവാചകനായിരുന്നു അവൻ. ഇത് ഖാല ലി അബീഹി, ആ സത്യസന്ധതയുടെ ഒരു ഉദാഹരണം എടുത്തു കാണിക്കുക. അവൻ തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, യാ അബത്, പ്രിയപ്പെട്ട പിതാവേ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യദ്റു വലാ യുഗ്നി അൻക ശൈഅ, നീ കേൾക്കുകയോ വിളിച്ചാൽ വേണ്ടാത്ത, ചോദിച്ചാൽ വേണ്ടാത്ത, പറയാത്ത, ഒന്നും പറയാത്ത, ഒരു ഉപകാരം ചെയ്യാത്ത ഈ പ്രതിമകളെ എന്തിനാണ് നിങ്ങൾ പൂജിക്കുന്നത്? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിനി അഹ്ദിക സിറാതൻ സവിയ്യ, നിങ്ങൾക്കില്ലാത്ത ഒരു ജ്ഞാനം എനിക്ക് വന്നിട്ടുണ്ട് പിതാവേ, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റുക, ശരിയായ ജീവിത മാർഗം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. യാ അബതി ലാ തഅബുദു ശൈത്താൻ ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ്യ, പിതാവേ നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്, പിശാചി രക്ഷിതാവിനോട് തീരെ നന്ദിയില്ലാത്ത അനുസരണം കണ്ടവരാണ് എന്ന് പിതാവിനോട് പറയും. നമ്മളും നമ്മുടെ പിതാവും തമ്മിലുള്ള ഒരു സംഭാഷണം പോലെ എടുത്തു നോക്കുക. പിതാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തി പ്രായപൂർത്തിയായ മകൻ ഇങ്ങനെ പറയുമ്പോൾ പിതാവിന്റെ മനോവികാരം എന്തായിരിക്കും, മകന്റെ മനോവികാരം എന്തായിരിക്കും? അവിടെ ഒരു ഭയങ്കരമായ ഒരു സംഘർഷം. ജന്മം നൽകിയ പിതാവിനോട് ഈ ജീവിത യാഥാർത്ഥ്യം എന്താണെന്ന് പറയാൻ അല്ല പറഞ്ഞപ്പോ യാതൊരു കൂസലുമില്ലാതെ പറയണം. പിതാവിന്റെ ഉത്തരം തരുന്ന അയാൾ ആക്രോശം, യാ ഇബ്രാഹിം ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മല്ലിയ,
ഈ പണി നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ കല്ലെറിഞ്ഞ് പായിപ്പിച്ചു, നീ കുറച്ചു കാലം എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകും. അങ്ങനെ പിതാവിനോട് യാത്ര പറയാൻ നിർബന്ധിതമായ ഒരു സാഹചര്യം. ഈ മക്കയിൽ ഇവിടെ കൊണ്ട് പാർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ചെറുപ്പത്തിൽ തന്നെ പിതാവിനോട്, ജന്മം നൽകിയ പിതാവിനോട്, താമസിച്ച് വളർന്നു വലുതായ കുഞ്ഞിക്കാലുകൾ വിറ്റവെച്ച വീടിനോടും ചുറ്റുപാടിനോടും യാത്രകൾ സലാമൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. അപ്പൊ പിതാവിനെ വിട്ടുപോകുന്ന ആ ബലിയുടെ, ആത്മബലിയുടെ ആദ്യ നൊമ്പരം അനുഭവിച്ചപ്പോ എന്ന് പറയുന്നു, എന്റെ രക്ഷിതാവിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യാം എന്ന് ഇബ്രാഹിം നബിയോട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഖുർആനിൽ അല്ലാഹു തആല പല സന്ദർഭങ്ങളിൽ പറയുന്നു. അവിടുത്തെ ഇബ്രാഹിം നമ്മളായിട്ടാണ് സങ്കല്പിക്കുന്നത്. അവിടുത്തെ ഇബ്രാഹിമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. അവിടുത്തെ ഇബ്രാഹിമായിട്ട് മൂസയും ഈസയും ഒക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നുപോവുകയാണ്. പിതാവിനോട് ഈ ജീവിത യാഥാർത്ഥ്യം പറയാണ്. അതിന് വിരുദ്ധമായി പ്രവർത്തിച്ച നടപടിക്രമങ്ങളെ യാതൊരു തരത്തിലുള്ള കൂസലമില്ലാതെ നിഷേധിച്ച് പറയാൻ അല്ലാഹു പറഞ്ഞപ്പോ, ബന്ധുത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഈ ഭൗതികമായ അനുഭൂതികൾക്കപ്പുറം അള്ളാഹുവിന്റെ ആദർശത്തിന്റെ അനുഭൂതിയിൽ, അതിലുള്ള ദൃഢബോധ്യത്തിൽ പിതാവിനോട് സംസാരിക്കുന്ന ഇബ്രാഹിമിന്റെ ചിത്രം ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അതിങ്ങനെ കേട്ട് ഓടി കൂലി വാങ്ങാൻ വേണ്ടി മാത്രമല്ല, അങ്ങനെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാനുള്ള, ഏത് ആളിന്റെ മുന്നിലും സ്വന്തം ആദർശത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആർജവം ഇബ്രാഹിമെ പോലെ നിങ്ങൾ കാട്ടണം. അത് കാട്ടിയതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ നായകൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഹജ്ജിന് പോകുന്ന ഓരോ ഹാജിയും ഓരോ ഇബ്രാഹിമായി മാറണം, ഓരോ സഹോദരിയും ഓരോ ഹാജരായി മാറണം. പക്ഷെ ഹജ്ജ് ഒരു ടൂറായി മാറിയിരിക്കുന്നു, ഹജ്ജ് ഉംറയൊക്കെ ഒരു ടൂറായി മാറിയിരിക്കുന്നു. അവിടെ ഇബ്രാഹിമില്ല, ഹാജറയുടെ ഗദ്ഗതമില്ല, ഇബ്രാഹിമിന്റെ പ്രയാസങ്ങളില്ല, ഇബ്രാഹിമിന്റെ ഉള്ളുരിയ പ്രാർത്ഥനയില്ല, ഇസ്മായിലിന്റെ രോദനങ്ങളില്ല. ഇതുതരം ഒരുതരം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പഴയതൊക്കെ മാറിപ്പോയ സാഹചര്യം, എല്ലായിടത്തും മിനുസമുള്ള മാറുകൾ പതിച്ച സ്ഥലങ്ങളാണ് നമ്മൾ അവിടെ കാണുക. ആ പഴയ പ്രതാപമൊന്നുമില്ല, ആ പ്രൗഢഗംഭീരമായ ആകർഷണീയതയൊന്നുമില്ല. എല്ലായിടത്തും നല്ല നല്ല പള്ളപള്ളാവട്ടുന്ന മാർബിളാണ്. ആ മാർബിൾ കൊട്ടാരങ്ങളിലൂടെ അങ്ങനെ ചലിച്ചു പോകുമ്പോൾ പണ്ട് കാലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്തിരുന്നു എന്ന് ഓർക്കാൻ പോലും പലപ്പോഴും സൗകര്യം കിട്ടാറില്ല എന്നുള്ളത്. അത് പറ്റില്ല, അത് പറ്റില്ല. നിങ്ങൾ ഇബ്രാഹിം ആവാൻ തയ്യാറുണ്ടോ? അല്ല നിങ്ങൾ ഇസ്മായിൽ ആവാൻ തയ്യാറുണ്ടോ? ഓരോ സഹോദരിമാരും ഹാജരാവാൻ തയ്യാറുണ്ടോ? എങ്കിൽ അങ്ങോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ അങ്ങോട്ട് പോയി പൈസ കളയേണ്ട ആവശ്യമില്ല എന്നുള്ള സന്ദേശമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട ഓരോ ആയത്തുകളിലും നമ്മളോട് വിളിച്ചു പറഞ്ഞിരുന്നത്. ഇബ്രാഹിം നബി അങ്ങനെ ആദ്യമായി ഒരു ബലി, അതായത് കുടുംബത്തെ, പിതാവിനെ ബലി കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് നാട്ടിലേക്ക്, തെരുവിലേക്ക് ഇറങ്ങുകയാണ്. തെരുവിൽ അദ്ദേഹം കാണുന്നത് അനാവശ്യവും അക്രമവും ബിംബപൂജയും ഒക്കെയാണ്. ജനങ്ങളെ എന്ത് പറഞ്ഞിട്ടും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല. ഒരു ദിവസം അദ്ദേഹം ഒരു ഹിക്മത്ത് പ്രയോഗിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വലമ്മാ ജന്ന അലൈഹിൽ ലൈൽ ഖൗകബൻ റആ ഖൗകബൻ ഖാല ഹാദാ ആകാശത്തൊരു നക്ഷത്രം കണ്ടപ്പോ അതിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ രക്ഷിതാവ്, എന്നെ രക്ഷിക്കാൻ പോകുന്ന രക്ഷിതാവ് ഇതാണ് എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ നക്ഷത്രം അസ്തമിച്ചു പോയി. അപ്പോ ആ നഷ്ടമിച്ചു പോകുന്നതൊന്നും രക്ഷിതാവാൻ പറ്റില്ലാത്തതുകൊണ്ട് അസ്തമിക്കുന്നു പോകുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങി. പിന്നെ ചന്ദ്രൻ ചേർന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതാണ് എന്റെ രക്ഷിതാവ്. അപ്പൊ ചന്ദ്രനും അസ്തമിച്ചു പോയപ്പോ അദ്ദേഹം വീണ്ടും പറയാണ് ജനങ്ങളോട്, അതായത് എന്റെ രക്ഷിതാവ് എന്നെ ശരിയായ മാർഗം കാണിച്ചിരുന്നെങ്കിൽ ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് പറയാം. എന്നിട്ടും വീണ്ടും ജനങ്ങളോട് പറയാ, പിറ്റേന്ന് പ്രഭാതമായപ്പോൾ സൂര്യൻ ഉദിച്ചുയർന്നപ്പോ ഇന്നലെ ഞാൻ കാണിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇത് വളരെ വലുതാണ്. ഈ സൂര്യനെ കണ്ട് പറഞ്ഞു, ഇത് വളരെ വലുതാണ്, അതുകൊണ്ട് ഇതാണ് എന്റെ രക്ഷിതാവ് എന്ന് പറയുകയുണ്ടായി. വലമ്മ അഫലസ്,
അവസാനം അതും അസ്തമിച്ചു പോയപ്പോ ജനങ്ങളെ, നിങ്ങളോട് ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ആരാധിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാൻ, നിങ്ങളെ ബുദ്ധി പ്രയോഗിക്കുവാനും വേണ്ടി മാത്രമാണ്. അത് ആധുനിക ലോകത്ത് പോലും ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ ഒരു രൂപമാണ്. പ്രകടമായ ചിലത് കാണിച്ചുകൊണ്ട് ഗൈബായ, അതായത് അദൃശ്യമായ ചിലതിനെ കുറിച്ച് പറയാം, ചെറിയവ ചിലത് കാണിച്ചുകൊണ്ട് വലിയവയെ കുറിച്ച് പഠിപ്പിക്കുക. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന് ആഴങ്ങളിൽ ഒരുപാട് തത്വങ്ങൾ യഥാർത്ഥത്തിൽ ഇബ്രാഹിം തന്റെ ജനതയുമായി അങ്ങ് ആ കാലഘട്ടത്തിൽ സംവദിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കാണിക്കുകയാണ്. ഓരോന്നിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊന്നും നിലനിൽക്കുന്നതല്ല, നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും രക്ഷിതാവാൻ പറ്റുകയില്ല. അല്ലാഹുവോട് പങ്കു ചേർക്കുന്ന, അല്ലെങ്കിൽ രക്ഷിതാവായിരിക്കും, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചുകൊണ്ട് അല്ലാഹുവിന് പകരമായി പൂജിക്കുന്ന ഈ പൂജാ വിഗ്രഹങ്ങളും വസ്തുക്കളും സംവിധാനങ്ങളും ഒക്കെ അത് വളരെ മോശമാണ്, ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിവാണ് എന്ന് പറഞ്ഞിട്ട് പറയാം. ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന രക്ഷിതാവിന്റെ മുന്നിലേക്ക് ഋജുമാനസനായി ഞാൻ എന്റെ മുഖമിതാ തിരിച്ചിരിക്കുന്നു. അപ്പൊ പ്രപഞ്ചത്തിന്റെ മഹാനാഥനോട് സഹായം ചോദിച്ചുകൊണ്ട്, അവനെ ആരാധിച്ചുകൊണ്ട്, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അവനെ ലയിച്ചു ചേർന്നുകൊണ്ട്, അവനെ തവക്കൽ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അങ്ങ് ആ താഴ്വരയിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം ജനതയെ യഥാർത്ഥത്തിൽ ഉത്ബോധിപ്പിച്ചപ്പോ അവരതിനെ കൂട്ടാക്കിയില്ല. അവർ വാഗ്വാദവുമായി വന്നു, തർക്കവുമായി വന്നു. ഇത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല, നിരന്തരമായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പിതാവിനോടും നാട്ടുകാരോടും അദ്ദേഹം വീട്ടിൽ പോകാൻ നിവൃത്തിയില്ല. തെരുവിൽ ജീവിച്ചുകൊണ്ട് നാട്ടുകാരോട് ഇങ്ങനെ സംവദിക്കുന്ന ഇബ്രാഹിമിന്റെ ചിത്രം ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെറുതെ റോഡിലൊന്നും കിടക്കേണ്ട ഒരു മനുഷ്യനല്ല, നല്ല കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. പക്ഷേ ആദർശത്തിന്റെ പേരിൽ വീട് വിട്ടിറങ്ങേണ്ടി വന്നപ്പോ തെരുവിൽ പോലും അദ്ദേഹത്തിന് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യം ഉണ്ടായി. എന്നിട്ടും അദ്ദേഹം വിട്ടില്ല. അതെല്ലാം, എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ ബന്ധങ്ങളും അറുത്തുമാറ്റിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ പൂജിക്കുന്ന വചനമിരിക്കുന്ന ഈ പ്രതിമകൾ എന്താണ് എന്ന് ചോദിച്ചപ്പോ അവരുടെ മറുപടി അവർ പറഞ്ഞത്, ഞങ്ങളുടെ പിതാക്കന്മാർ ഇതിനേക്ക് ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട്, കാക്കക്കാരണവന്മാർ ചെയ്തത് ഞങ്ങളിങ്ങനെ പിന്തുടരുകയാണ്, അല്ലാതെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല വിവരമൊന്നുമില്ല എന്ന് പറയുകയുണ്ടായി. അപ്പൊ പിതാക്കന്മാരുടെ പ്രവർത്തികളെ അന്ധമായി പിന്തുടർന്ന ഒരു ജനതയുടെ സംസ്കാരശൂന്യമായ പ്രവർത്തനത്തെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഒരു മഹാപ്രവാചകൻ അവരുമായി നടത്തിയ ആ സംഭാഷണം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം വിശ്വാസത്തിനും അതുപോലെ തന്നെ തന്റെ ഇടത്തിനും വ്യംഗം ബോധ്യത്തിനും എതിരായിട്ട് ഒരിക്കലും നാം പ്രവർത്തിക്കാൻ പാടില്ല എന്ന വളരെ ഉറച്ച ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തർക്കും വേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണം കാണിക്കുകയാണ്. അതായത് അദ്ദേഹം പറഞ്ഞ ലഖദ് കുന്തും അൻതും വആബഉകും ഫീ ളലാലിൻ മുബീൻ, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളുമൊക്കെ വ്യക്തമായ വഴികേടിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയാ, അല്ലാഹുവാണ് ഏകൻ, ആ ഏകനായ അള്ളാഹുവിനെ ഒഴിവാക്കി നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും ആരാധിക്കുന്നത് എന്തായാലും വേണ്ടില്ല, അതെല്ലാം വളരെ വ്യക്തമായ വഴികേടിലാണ്. അതായത് ആകാശഭൂമികളെ സംരക്ഷിക്കുന്ന രക്ഷിതാവാണ് നിങ്ങളെ രക്ഷിതാവ്. അല്ലദീ ഫതറഹുന്ന വഅന അലാ ദാലികും മിനശ് ഷാഹിദീൻ, ഞാൻ അതിന് സാക്ഷിയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെയും രക്ഷിതാവ്, ഞാൻ അതിന് സാക്ഷിയാണ് സഹോദരങ്ങളെ എന്ന് അദ്ദേഹം വീണ്ടും പറയാണ്. അവസാനം വീണ്ടും തർക്കം തുടർന്നപ്പോ അവരോട് ഇബ്രാഹിം പറയും, തല്ലാഹി ലഅഖീദന്ന അസ്നാമകും, നിങ്ങൾ ഇവിടെ വലൗ മുദ്ബിരീൻ, അതായത് ബഅദ അൻ തവല്ലൗ മുദ്ബിരീൻ, നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോയതിനു ശേഷം, പുറപ്പെട്ടു പോയതിനു ശേഷം നിങ്ങളുടെ ഈ ബിംബങ്ങളിൽ ഞാൻ ഒരു തന്ത്രം പ്രയോഗിക്കുമെന്ന് പറയുന്നു. ആ തന്ത്രത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. രാത്രിയിൽ അവരൊക്കെ ഉത്സവത്തിന് പോയ സമയത്ത് അദ്ദേഹം വിഗ്രഹാലയത്തിൽ കയറിയിട്ട് ചെറിയ വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ച് വലിയതിന്റെ കഴുത്തി കെട്ടി തൂക്കി. അവസാനം അവർ വന്നപ്പോ ഇതാരാണ് ഈ അക്രമി ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയും അവിടെ ഇബ്രാഹിം നബിയാണ് എന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിനെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുകയും ചെയ്യുകയുണ്ട്. ഇബ്രാഹിം, നീയാണോ ഇബ്രാഹിമെ ഞങ്ങളുടെ
ഈ പ്രതിമകളോട് ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അവിടുന്ന് ധൈര്യമായിട്ട് പറഞ്ഞ ഉഫ്ഫിൻ ലക്കും വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹി അഫലാ തഅഖിലൂൻ. ബുദ്ധിയില്ല മനുഷ്യന്മാരെ, നിങ്ങൾ ഈ പൂജിക്കുന്നത് വിളിച്ചാൽ കേൾക്കാത്ത, മിണ്ടാത്ത, ഉപകാരമില്ലാത്ത സാധനങ്ങളല്ലേ, നിങ്ങൾക്കും നിങ്ങൾ ആരാധിക്കുന്നതിനും അപഹാസ്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോ ഹർരിഖുഹു, ഒരു തീക്കുണ്ടുണ്ടാക്കി അതിലിട്ട് കത്തിച്ചു കളയാനാണ് നാട്ടുകൂട്ടം തീരുമാനം എടുത്തത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കുക, അവിടുത്തെ ഇബ്രാഹിം നമ്മളാണ്. തീക്കുണ്ടത്തിലേക്ക് ഒരു ചെറിയ റിപ്പോർട്ടുണ്ട്. തീക്കുണ്ടത്തിലേക്ക് എറിയാൻ പോകുമ്പോൾ ജിബ്രീൽ വന്ന് പറഞ്ഞു പോലും രക്ഷിക്കാമെന്ന്, സഹായിക്കാമെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കണമെങ്കിൽ രക്ഷിച്ചോട്ടെ എന്ന് പറഞ്ഞു എന്ന് ഒരു ചെറിയ റിപ്പോർട്ട് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അചഞ്ചലമായ വിശ്വാസം, ഗൈബിലുള്ള, അദൃശ്യത്തിലുള്ള, തൗഹീദിലുള്ള അചഞ്ചലമായ വിശ്വാസം. ആ മഹാനായ പ്രവാചകനെ സ്വന്തം തടിയും ചോരയും നീരും കരിഞ്ഞു പോയാലും ആത്മാവിന്റെ ഔന്നത്യത്തിൽ ആകാശലോകങ്ങളിലേക്ക് ചിറകടിച്ചു പറക്കാമെന്ന ഉന്നതമായ ആ സ്വപ്നത്തിൽ, ദൃഢമായ ആ ബോധ്യത്തിൽ തടി അങ്ങ് കരിഞ്ഞുപോട്ടെ എന്ന് തീരുമാനിക്കാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നിരുന്നില്ല. ഇബ്രാഹിമിന്റെ ജീവിതത്തിലെ മഹാബലികളുടെ ഒരുപാട് കഥകൾ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞിരിക്കുന്നു. അതായത് അവിടുന്ന് ശരിക്കും അപ്പൊ അല്ലാഹു തആല ഉടനെ ഇടപെട്ട് സഹായിക്കുന്നു. ഖുൽനാ യാ നാർ കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണല്ലോ തീയെ സൃഷ്ടിച്ചത്. കരിക്കുക എന്ന സ്വഭാവം കൊടുത്തതും അല്ലാഹ് തന്നെയാണ്. അല്ലാഹ് ഉടനെ പറഞ്ഞു നീ കരിക്കുക എന്ന സ്വഭാവം മാറ്റി തണുക്കുക എന്ന, വെറും തണുപ്പല്ല, സലാമൻ, വളരെ കംഫർട്ടബിൾ ആയ. ഇബ്രാഹിം നബിക്ക് നല്ല ചൂടുള്ള സമയത്ത് ഫ്രിഡ്ജിൽ നിൽക്കും പോലെ, അല്ലെങ്കിൽ എ സിയിൽ നിൽക്കും പോലെ നിൽക്കാൻ പര്യാപ്തമായ സാഹചര്യം അവിടെ ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് കാരുണ്യവാനായ അല്ലാഹുവിന്റെ അദൃശ്യമായ സഹായം എന്ന് നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. ആദർശത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്മാർക്കുള്ള യഥാർത്ഥത്തിലുള്ള സഹായം ഇങ്ങനെയാണ് എത്തുക. എന്നിട്ട് അദ്ദേഹം നാട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോ വീടും വിട്ടു, നാട്ടിൽ നിൽക്കാൻ വയ്യ. ഈ കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇബ്രാഹിം ഭാര്യയും ചില അംഗുലീപരിമിതരായ അംഗരക്ഷകരെയും കൂട്ടി ഈജിപ്തിലേക്ക് പുറപ്പെടുകയാണ്. ആ പോകുന്ന പോക്കിലാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറയുന്നത്. ഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ രക്ഷിതാവിലേക്ക് പോവുകയാണ്. സയഹ്ദീൻ, അവൻ എനിക്ക് മാർഗദർശനം നൽകാൻ സാധ്യതയുണ്ട്. അന്നേരം അദ്ദേഹത്തിന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഇടയിൽ എത്ര കാലമുണ്ട് എന്ന് ചരിത്രം പറയുന്നില്ല. അദ്ദേഹം വേറെ ചിലർക്ക് തങ്ങി കുറച്ചുകൂടി പ്രായമായതിനു ശേഷമാണ് പോയത് എന്നും ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഉടനെ പോയോ എന്നറിയില്ല. എന്തായാലും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയമല്ല. അദ്ദേഹം അങ്ങനെ എല്ലാം വിട്ട്, നാടും വിട്ട്, വീടും വിട്ട്, അതുപോലെ എല്ലാ വിചാരങ്ങളൊക്കെ വിട്ട്, ഈ മനുഷ്യന് പിറന്ന നാടിനോട് പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ടാവും, ഒരു സെന്റിമെന്റൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതാണ് നമുക്ക് ഈ നാട്, വീട്, കുടുംബം എന്നൊക്കെ പറയുന്നത്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നാട് കടത്തലൊരു ശിക്ഷയാണ്. നാട് വിട്ടുപോകുമ്പോ, വീട് വിട്ടുപോകുമ്പോ മനുഷ്യ മനസ്സ് വല്ലാണ്ട് ത്രസിക്കും, ഹൃദയം വല്ലാണ്ടിടിക്കും. ഒരുപാട് വിചാരങ്ങൾ ഇങ്ങനെ അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. പലപ്പോഴും അവന്റെ സമതല തന്നെ തെറ്റിച്ചു കളയുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ഇവിടെ മഹാനായ ഇബ്രാഹിം അല്ലാഹുവിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിലേക്ക് ഇതാ പോവുകയാണെന്നാണ്. അപ്പോ നാടും വീടിനേക്കാൾ പ്രാധാന്യം എന്റെ രക്ഷിതാവിലേക്കുള്ള ഹിജ്റയാണ്, പലായനമാണ് എന്ന് എടുത്തു പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലായനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനോമുകുരത്തിൽ സ്വന്തം സഹോദരന്മാരായ അല്ലെ പിതാക്കന്മാരായ ഇബ്രാഹിമും മൂസയും ഒക്കെ പലായനം ചെയ്ത പലായനത്തിന്റെ കഥകള് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി കൊടുക്കുമായിരുന്നു. കാരണം ധൈര്യത്തിന്, തന്റെ ഇടത്തിന്. അങ്ങനെ ഇബ്രാഹിം അങ്ങോട്ട് പോകുമ്പോ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അദ്ദേഹത്തിന് മക്കളൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു തമ്പുരാനെ, സാലിഹായ ഒരു സന്താനത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, അപ്പോ ഒരു നല്ല സഹനശീലനായ കുട്ടിയെ കുറിച്ച് അവന് നാം സന്തോഷ വാർത്ത നൽകി. വലമ്മാ ബലഗ മഅസ്സയ്യ, ആ കുട്ടി വളർന്നു വരുന്നത് പെട്ടെന്ന് കഥ മാറുകയാണ്. അവിടെ പോകുന്നു, അതായത് ഈ പോകുന്ന പോക്കില് സാറ മാത്രമേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഈജിപ്തിന്റെ അതിർത്തിയിൽ അദ്ദേഹം താമസമാക്കിയപ്പോ അവിടുത്തെ രാജാവ് സമ്മാനിച്ചതാണ് ഹാജറയെ. സാറയ്ക്ക് ഒരുപാട് കാലം മക്കളില്ലായിരുന്നു. ഹാജറയെ വിവാഹം കഴിക്കാനും മക്കളുണ്ടാവുമോ എന്ന് പരിശോധിച്ചു നോക്കാനും സാർ അഭിപ്രായപ്പെട്ടതിന് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഹാജറ വിവാഹം കഴിക്കുന്നത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ഈ പ്രാർത്ഥന അല്ലാഹു വർഷങ്ങൾക്ക് ശേഷമാണ് സ്വീകരിക്കുന്നത്. ഹാജറയിലാണ് ആദ്യം കുട്ടി ഉണ്ടാകുന്നത്. ഹാജറയിൽ കുട്ടി ഉണ്ടാകുന്നു, പിന്നെ സാറയിൽ കുട്ടി ഉണ്ടാകുന്നു. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിന്റെ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ സംസ്കാരത്തെയും ജനതയെയും വളർത്തിയുണ്ടാക്കാൻ
വലിയൊരു പ്ലാൻ, ആസൂത്രണം അതെങ്ങനെയാണ് എന്നുള്ളതാണ്. അവിടെ നിന്നാണ് മക്കയിലേക്ക് കൊണ്ടുപോയി പാർപ്പിക്കാൻ പറയുന്നത്. ആകാശ ലോകത്ത് നിന്ന്, സ്വർഗത്തിൽ നിന്ന് ആദമിനെയും ഹവ്വയെയും ഇറക്കി കൊടുത്തത് അവിടെയായിരുന്നു. അവിടെ അറഫയിലാണ് അവര് സമ്മേളിച്ചത്. മനുഷ്യ ചരിത്രം തളിരിട്ട് വളർന്നത് അവിടെയാണ്. ആദമിന്റെയും ഹവ്വയുടെയും ജീവിതം തളർത്ത് വളർന്നത് അവിടെ മക്കയിലെ കുന്നിൻ ചെരുവിലായിരുന്നു. അവിടെയാണ് ഉമ്മുൽ ഖുറ, പട്ടണങ്ങളുടെ മാതാവായി അള്ളാഹു തീരുമാനിച്ചത്. ലോകത്തിന്റെ ആസ്ഥാനമായി അള്ളാഹു തീരുമാനിച്ചത്. മനുഷ്യരെല്ലാം അള്ളാഹുവിന്റെ രക്ഷയ്ക്ക് വേണ്ടി തിരിഞ്ഞു നിൽക്കുന്ന മഹാകേന്ദ്രമായി അള്ളാഹു തആല തീരുമാനിച്ചത്. ഉന്നതമായ ലോകത്ത്, വാനലോകത്ത് മലക്കുകൾ ആരാധിക്കുന്ന ബൈത്തുൽ മഅമൂറിന്റെ അതേ രൂപം ഭൂമിയിൽ ഇറക്കി സ്ഥാപിക്കപ്പെട്ട കഅബ എന്ന് പറയുന്ന പുണ്യ ദേവാലയം, അവിടേക്ക് വീണ്ടും മനുഷ്യവാസം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ആലോചിക്കുക, മഹാനായ അള്ളാഹുവിന്റെ പ്രവർത്തനത്തിന്റെ ഒരു രീതി. എന്നിട്ട് രക്ഷകർത്താവിനോട്, ഇബ്രാഹിമിനോട് പറയുന്നു, ഭാര്യയും മകളെയും മകനെയും അവിടെ കൊണ്ടാക്കുക എന്നാണ്. ചരിത്രം അവിടെ വീണ്ടും തളിരിട്ട് പൊങ്ങാൻ പോവുകയാണ്. അവിടെയാണ് ഇസ്മായിൽ വളരുന്നത്. അവിടെയാണ് അദിനാനിക്കാർ വരുന്നത്. അവിടെയാണ് ഇസ്മായിലും മറ്റൊരു വിവാഹബന്ധം ഉണ്ടാകുന്നത്. അവിടെയാണ് പുതിയ പുതിയ തലമുറകൾ വളർന്നത്. അവിടെ നിന്നാണ് ഖുറൈശികൾ വരുന്നത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തുൽ ലിൽ ആലമീൻ പൂജാതനാകുന്നത്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ മഹാപ്രവാചകൻ അള്ളാഹുവിനോട് ചോദിച്ചു, ഇവിടെ നിന്നൊരു പ്രവാചകനെ നീ അയക്കണേ തമ്പുരാനെ എന്ന് പറയുമ്പോൾ ഒരുപാട് നൂറ്റാണ്ടുകൾ, ഒരുപാട് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം അവിടെ പ്രവാചകൻ വരുന്നു. ഈ ലോകത്തിന്റെ ചരിത്രവും ഈ ലോകത്തിന്റെ ചലനവും എത്ര സൂക്ഷ്മമായാണ്, എത്ര ഗംഭീരമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആസൂത്രണം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇബ്രാഹിം നബിയുടെ ഒരുപാട് ബലികൾ കഴിഞ്ഞപ്പോ അടുത്ത മഹാബലി വരികയാണ്. ആ കുട്ടിയെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അറുത്തു കൊടുക്കാൻ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് അറുത്തു കൊടുക്കാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഇബ്രാഹിം നബി ഒരിക്കൽ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു അത്രേ, എനിക്കൊരു കുട്ടി ഉണ്ടായാൽ അതിനെപ്പോലും അള്ളാഹ്ക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ എനിക്കൊരു മടിയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞതായി ചില ബൈബിൾ കഥകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായിരുന്നാലും വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ആ കുട്ടിയെ അറക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അറക്കാൻ അള്ളാഹു തആല കൽപ്പിക്കുകയാണ്. അവിടെ ശരിക്കും ഒരു വലിയ വേദനാജനകമായ ഒരു പരീക്ഷണം, ബലാഉൻ മുബീൻ, ബലാഉൻ അലീം എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വലിയ ഒരു പരീക്ഷണമാണ് അള്ളാഹു തആല ഏർപ്പെടുത്തത്. ഒരുപാട് ത്യാഗം സഹിച്ച് പലതും നഷ്ടപ്പെടുത്തി ഒടുവിൽ വാർദ്ധക്യ കാലത്തിൽ പ്രതീക്ഷയുടെ പൊൻവെളിച്ചമായി വന്ന ഏറ്റവും പ്രിയപ്പെട്ട ഇസ്മായിലിനെ കൂടി അറുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോ സ്വന്തം മരിക്കാൻ പറഞ്ഞാൽ ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല, പ്രയാസമുണ്ടാകുമായിരുന്നില്ല. സ്നേഹനിധിയായ ഏത് പിതാവിനാണ് സ്വന്തം കുഞ്ഞിനെ കൈകൊണ്ട് അറുത്തു കൊടുക്കാൻ കഴിയുക എന്ന് ഒരു നിമിഷം ആലോചിച്ച് നോക്കുക. അവിടെ നമ്മൾ ഇബ്രാഹിമായാൽ, നമ്മുടെ കുട്ടി ഇസ്മായിലായാൽ നമ്മുടെ വികാരം എന്തായിരിക്കും എന്ന് ഓരോ മനുഷ്യരും ആലോചിച്ച് നോക്കുക. മഹാനായ അള്ളാഹുവിന്റെ വാഗ്ദാനം ഇതിനെ ഈ ഭൗതികമായ എല്ലാത്തിനും അപ്പുറമാണ് എന്ന് പഠിപ്പിച്ചത് പച്ചയായി സിദ്ദീഖൻ നബിയ, സത്യസന്ധനായ ഒരു പ്രവാചകൻ ഭൂമിയിൽ നടപ്പാക്കിയത് കാണിച്ചു തന്നതാണ് നിങ്ങൾക്കുള്ള മഹാചരിത്രം. അതിന്റെ സ്മരണയുമായിട്ടാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ പാത പിൻപറ്റാനാണ് പറഞ്ഞത്. ആ ഇബ്രാഹിം നബി ആവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ ഇസ്മായിലിനെ അറുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് വിസ അടിച്ച് ഹജ്ജ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. അവിടെ ഞാൻ എന്റെ സ്വപ്നത്തിൽ കാണുന്നു നിന്നെ അറക്കുന്നതായിട്ട്. എന്താണ് മോനെ നിന്റെ അഭിപ്രായം? ഫൻദുർ മാദാ തറാ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹക ഫൻദുർ മാദാ തറാ. നിന്റെ അഭിപ്രായം എന്താണെന്ന് അങ്ങോട്ട് ചോദിക്കണം. ഖാല യാ അബതി ഇഫ്അൽ മാ തുമർ, എന്റെ പ്രിയപ്പെട്ട പിതാവേ എന്താണ് കൽപ്പിച്ചത് അതുപോലെ നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ള. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്നെ നിങ്ങൾക്ക് സഹനശീലനായ ഒരു പുത്രനായി കാണാം എന്ന് ഇസ്മായിൽ നബി പറയുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ വളരെ 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 സെൻസിറ്റീവായ, ഏറ്റവും വികാരഭരിതമായ ഒരു രംഗത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു അവസ്ഥാവിശേഷം വളരെ ഹൃദയവർജകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓതിത്തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ആർജവം കാണിക്കാൻ, ആ തന്റെ ഇടം കാണിക്കാൻ, ആ പാത പിന്തുടരാൻ നമുക്ക് കഴിയണം, കഴിയണം. അതിന് പിന്തുടരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നസീദുനാ കമാ അത്നൈതനാ സല്ലല്ലാഹു അൽഹംദു ഹത്താ തർദാ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الأخوة الأحباب أوصيكم وإياي ثانيا بتقوى الله ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രചനകളെ ബഹുമാനിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞങ്ങളതുപോലെ നിങ്ങളോട് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. ഇബ്രാഹിം നബി നമുക്ക് വിദൂരമല്ല. എല്ലാ നമസ്കാരങ്ങളിലും നമ്മൾ പറയുന്നുണ്ട് അലാ ആലി ഇബ്രാഹിം. അടുത്താണ്, ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. ഇബ്രാഹിം നബിയുടെ പേര് മാത്രം ഹൃദയത്തിനുള്ളിൽ ഉണ്ടായാൽ പറ്റില്ല. ഇബ്രാഹിം നബിയുടെ ജീവിതമാണ് ആ ബലിയുടെ മഹത്തായ സ്മരണ നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് നടക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. കൂടുതൽ വിശദീകരിക്കാതെ അതിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നിട്ട് വളരെ അല്ലാഹു തആല ഒട്ടും പറഞ്ഞുപോയാൽ മതി, പക്ഷേ വളരെ സെൻസിറ്റീവായി പറയണം. അങ്ങനെ ഇബ്രാഹിം ഇസ്മായിലിനെ ചരിച്ചു കിടത്തി, ചെന്നി ചരിച്ചു കിടത്തി. വലമ്മ അസ്ലമ, അവർ രണ്ടുപേരും ഇസ്ലാമായപ്പോൾ, അനുസരിച്ചപ്പോൾ, ഒരു മുസ്ലിമായപ്പോൾ, അതാണ് മുസ്ലിമാകാൻ. അസ്ലം ഏത് ശരിക്കും നീ മുസ്ലിമാവുക, അനുസരിക്കുന്നത് സമ്പൂർണ്ണമായി അനുസരിച്ചു. ഇവിടെ പറയാവാക്കവയും വലമ്മ അസ്ലമാവ കല്ലഹൂലുൽ ജബീൻ, അങ്ങനെ മറച്ചു കളച്ച് വെച്ച് കത്തിവെച്ചു. ഇബ്രാഹിം, നാം വിളിച്ചു, ഇബ്രാഹിം നിന്റെ സ്വപ്നം നീ പൂർത്തീകരിച്ചിരിക്കുന്നു. എന്നിട്ട് അത് നമ്മളോട് പറയും, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇങ്ങനെയാണ് ഉത്തമന്മാർക്ക് നാം പ്രതിഫലം നൽകുക. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, വളരെ വ്യക്തമായ ഒരു പരീക്ഷണം തന്നെയായിരുന്നു അത്. വഫദൈനാഹു ബിദിബ്ഹിൻ അദീം, ഒരു നല്ല ബലിമൃഗത്തെ ബലിക്കായി അവൻ നാം കൊടുത്തു. ഒരു അറവ് മൃഗത്തെ ബലിക്കായി നാം അവന് സംഭാവന ചെയ്തു. അതിന്റെ സ്മരണയിലാണ് ബലി കൊടുക്കുന്നത്. പൈസ ഉള്ളവന് ഒരുപാട് ആടുമാട് ഒട്ടകങ്ങളൊക്കെ വെട്ടിയറുത്ത് ഒരുപാട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി കൊടുക്കുന്നതിനെ കുറിച്ചല്ല അല്ല പറഞ്ഞത്. ഇവിടെ സ്വന്തം മകന്റെ ജീവൻ അല്ലാഹു തആല കൊടുക്കുമ്പോൾ ഉണ്ടായ ആ വികാരം ഈ ഉളഹിയത്തിലില്ലെങ്കിൽ അത് വെറും പുറംപൂച്ച് മാത്രമാണ്. ഉളഹിയത്തിന് അതിൻ്റെതായ ആഴമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് കൊടുത്തതാണ്. ഒരു നല്ല അറവ് മൃഗത്തെ ബലിമൃഗമായി നാം അവന് നൽകി. ആ സ്മരണ ഉണ്ടല്ലോ, ആ സംഭവത്തിന്റെ സ്മരണ, ഇബ്രാഹിമും ഇസ്മായിലും ആ സംഭവം, ആ സ്മരണ നിലനിർത്തും. സത്യല്ലേ? ഇന്ന് ആ സ്മരണ നമ്മുടെ മുന്നിൽ നൽകുന്നു. സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നിങ്ങളെ പോലെയുള്ള മോമിൻ, ആ മോമിൻ നിങ്ങളുടെ പെട്ടത് തന്നെ ഇബ്രാഹിമും ഇസ്മായിലും അങ്ങനെ തന്നെയാണ്. ആ ഇസ്മായിലിന്റെ ഇബ്രാഹിമിന്റെ പാത പിന്തുടർന്ന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും സമൂഹത്തിന് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ പരാജയം സമൂഹത്തിന്റെ തന്നെയാണ്. സമകാലിക സമൂഹത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും മഹത്തായ ദിവസങ്ങൾ, പുണ്യകർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുമായിട്ട് എടുക്കാം. ഇബ്രാഹിമിനെ പോലെ നാക്കി തന്നെ അത്ര ആയില്ലെങ്കിലും അവരുടെ അടിച്ച്, ഇസ്മായിലിന്റെ അത്ര ആയില്ലെങ്കിലും ഹാജര ആയില്ലെങ്കിലും അവരുടെ അടിച്ച്, അതാക്കി തരണേ എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച് ജീവിതം രക്ഷപ്രാപിക്കാനുള്ള സന്ദർഭങ്ങൾ, സമയങ്ങൾ. അപ്പൊ നമ്മൾ വലിയ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ചെറുതാണ് അഭിപ്രായം പ്രശ്നങ്ങൾ പഠിച്ചു. അതിന് വളരെ പ്രധാനപ്പെട്ട അറഫ വരുന്നുണ്ട്. അറഫയിലൊരു നോമ്പ് കഴിഞ്ഞ കാലത്ത് ഒരു കൊല്ലത്തെ തെറ്റുകൾ പുറത്തും, അടുത്തതിന് ഒരു കൊല്ലത്തെ തെറ്റുകൾക്ക് പരിചയവും. അറഫ എന്നാണ്, ഇന്നലെ പ്രഖ്യാപിച്ചു, നാളെ പ്രഖ്യാപിച്ചു, മറ്റു പ്രാവശ്യം ഞാനതിലൊന്നും ഇടപെടുന്നില്ല. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയും, നാട്ടിൽ നോമ്പ് പിടിക്കുക, നാട്ടിൽ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുക, അതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ആരും ചോദിക്കാനും. ഇവിടെ അതിന്റെ സന്ദേശമാണ് പറയുന്നത്, അതിന്റെ ആത്മാവ് അടിച്ചു കാണിക്കുന്നു. ഈ ആത്മാവ് വലിച്ചെറിഞ്ഞ രൂപം ഭാവങ്ങളിൽ പിച്ചുചീറി കടിച്ചു കീറി വഴക്കുണ്ടാക്കുന്നതിന് അല്ലാഹ് യാതൊരു താല്പര്യമില്ലാത്തത്. സമുദായം ഒന്നടങ്കം കൂടിയിരുന്ന് ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ഇവിടെ അതിനേക്കാൾ അപ്പുറത്ത് ചില സംഗതികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഇതിലാണ് മീശയിലും താടിയിലും തോൽലും അതിലും ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യം. അല്ലാഹു ഹൃദയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, തടിയെ കുറിച്ച് പോലും പറഞ്ഞില്ല. ചോരയും നീരും അല്ലാഹുവിന് ആവശ്യമില്ല.
ഇബ്രാഹിമിന് ഇസ്മായിലിന്റെ ചോര, ഇസ്മായിലിന്റെ നീരൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല, എങ്കിൽ അറക്കാൻ പറയുമായിരുന്നു. അർപ്പിച്ചില്ല. അവിടെ ഒരു മൃഗത്തെ കൊടുക്കുക ചെയ്തത്. ഇബ്രാഹിമിന്റെ മനസ്സ്, ഇബ്രാഹിമിന്റെ നീയത്ത്, ഇസ്മായിലിന്റെ മനസ്സ്, ഇസ്മായിലിന്റെ നീയത്ത്, അതാണ് വേണ്ടിയിരുന്നത്. ഇബ്രാഹിമിന്റെ കണ്ണുനീര് അള്ളാഹുവിന് ആവശ്യമില്ല, ഇബ്രാഹിമിന്റെ ശരീരം അള്ളാഹുവിന് ആവശ്യമില്ല, ഇസ്മായിലിന്റെ ചോര അള്ളാഹുവിന് ആവശ്യമുണ്ടായിരുന്നില്ല. ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും മനസ്സാണ് അള്ളാഹുവിന് ആവശ്യമുണ്ടായിരുന്നത്. ആ മനസ്സ് അള്ളാഹ് ഏറ്റെടുത്തു. അവിടെ ആ മനസ്സ് സമ്പൂർണ്ണമായി ഇസ്ലാമായി. അങ്ങനെ സാക്ഷ്യം വഹിച്ചു. ഇബ്രാഹിം നേരത്തെ പറഞ്ഞു അതിന് ഞാൻ സാക്ഷിയാണ്. അങ്ങനെ ഇസ്മായിലും സാക്ഷ്യം വഹിച്ചു. ഒരുപാട് ആളുകൾ സാക്ഷ്യം വഹിച്ചു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ. എന്നിട്ട് ആ സാക്ഷ്യത്തിന് പിന്തുണയേകാനും തുടർ സാക്ഷ്യത്തിനുമായിട്ടാണ് ഈ മുസ്ലിം സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിരിക്കുന്നത്. ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും സാക്ഷിയാവാനും കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമാണ്. അത്തരം ഒരു അനുഗ്രഹത്തിൽ പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم لنا أبو بكر وعمر وعثمان وعلي وبقية أصحاب رسول الله أجمعين قالني وأنا يتبعني ولا ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും ഭാര്യ സന്താനങ്ങൾക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും സത്യവിശ്വാസവും മരിച്ച് നിങ്ങളെടുത്തെത്തിയ ആളുകളുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗപൂങ്കാവനങ്ങളുമായ കുമാരനെ റഹ്മാനായ തമ്പുരാനെ ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ. കൺകുളിർമയുള്ള ഭാര്യസന്താനങ്ങളും ഭക്തസന്താനങ്ങളും ബാക്കി ഞങ്ങളത് മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിലെ അനുഗ്രഹങ്ങളെ തമ്പുരാനെ. സത്യവിശ്വാസത്തിന്റെ ആനന്ദം നുകർന്നു ജീവിക്കാതെ തമ്പുരാനെ. ദുർലഭത്തിലെ ഈ ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ വിവാദത്തെടുക്കാതെ തമ്പുരാനെ. നിനക്ക് തൃപ്തികരമായ രീതിയിൽ വിവാദത്തെടുത്ത് ജീവിക്കാതെ തമ്പുരാനെ. ഖുർആനെ സാവിധി ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാതെ തമ്പുരാനെ. ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് നിലനിർത്താതെ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് നീ ഹിദായത്തിന്റെ തമ്പുരാനെ. ഹജ്ജിന് ലോകത്തിന്റെ നാനാഭാഗത്തും എത്തിച്ചവരെ എല്ലാ സഹോദരങ്ങൾക്കും ശാന്തമായി സമാധാനമായി ഹജ്ജ് ചെയ്യുന്നവരേക്കാൾ തമ്പുരാനെ. അപകടങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും മോശമായ സംഭവവാസങ്ങൾ അവരുടെ കാത്തിരക്ഷണ തമ്പുരാനെ. അവരുടെ എല്ലാവരുടെയും ഹജ്ജ് നീ സ്വീകരിക്കണേ നാഥ. അവരുടെ ഹജ്ജ് നീ സ്വീകരിക്കണേ നാഥ. ഞങ്ങൾക്കൊക്കെ വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ലഘൂകരിച്ചരണേ തമ്പുരാനെ. ഖബറുടെ പ്രകാശഭരിതമാക്കണേ തമ്പുരാനെ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നീ കാക്കണേ നാഥ. സ്വർഗ്ഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന തട്ടിക്കളയല്ല തമ്പുരാനെ. ഏറ്റവും പുണ്യകരമായ ദിവസങ്ങളുള്ള ഈ പ്രാർത്ഥന അർഹമായ രീതിയിൽ തന്നെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നീ സ്വീകരിക്കണേ തമ്പുരാനെ. എപ്പോഴും നീയുമായി മനസ്സ് ബന്ധപ്പെട്ട ഇബാദത്തുകളിൽ നീങ്ങാളെ തൊട്ടി നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവസ്മരണ വിട്ടൊഴിക്കല്ല നാഥ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്മരണ നീ എപ്പോഴും നിലനിർത്തി തരണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا في رحمتك يا أرحم الراحمين.